ഹായ് സ്റ്റുഡൻസ്, ഓണമൊക്കെ നിങ്ങൾ നന്നായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കട്ടെ. വിവിധ മത്സരങ്ങളുണ്ടായിരുന്നു, അതിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവും. അപ്പം കഴിഞ്ഞ വിക്ടേഴ്സ് ക്ലാസ് 15 ഒരു റിവിഷൻ വീഡിയോ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പം ഈ ചാപ്റ്ററിൽ, അതായത് സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഒരു സെക്കൻഡ് ക്ലാസ് ആയിരുന്നു ഇത്. അപ്പം ഇവിടെ നമുക്ക് തുടക്കത്തിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻറ്റ്, പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ്, ഈ 4 കാര്യങ്ങളാണ് തുടക്കത്തിൽ കണ്ടത്. അപ്പം അതിൽ പൊട്ടൻഷ്യൽ എനർജി ഡിനോട്ട് ചെയ്യാൻ ലെറ്റർ യു ഉപയോഗിക്കുന്നു, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെൽറ്റ യു. പൊട്ടൻഷ്യൽ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി വി എന്ന ലെറ്റർ ഉപയോഗിക്കുന്നു. പൊട്ടൻഷ്യൽ എനർജിയുടെ യൂണിറ്റ് ജൂളാണ്, പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് ജൂൾ പെർ കൂളം അല്ലെങ്കിൽ വോൾട്ടാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു. ഇനി കഴിഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് അറിയാമായിരുന്നു. ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് എ സിസ്റ്റം ഓഫ് 2 ചാർജസ് വിച്ച് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അപ്പം ഇവിടെ നമ്മൾ ആദ്യം സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ നമ്പർ ഓഫ് ചാർജസ് കാണുന്നു. രണ്ടാമത് കാണുന്നത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ ആണ്. ഈ 2 കാര്യങ്ങൾ മാത്രമാണ് ഈ ചാപ്റ്ററിൽ ഈ ക്ലാസ്സിൽ സാർ എടുത്തത്. അതിനുശേഷം നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റും തന്നിട്ടുണ്ട്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുന്നത്. പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻറ്റ് ഡ്യൂ ടു എ നമ്പർ ഓഫ് ചാർജസ് വിൽ ബി ഈക്വൽ ടു ഓൾജിബ്രൈക് സം ഓഫ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇൻഡിവിജ്വൽ ചാർജസ്. ഇവിടെ നമ്മൾ ഓൾജിബ്രൈക് സം എന്നെടുക്കുന്നു, വെക്റ്റർ സം എന്നല്ല പറയുന്നത്. അപ്പോൾ അതിന് കാരണം ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അത് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്, പക്ഷേ വെക്റ്റേഴ്സ് അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ വെക്റ്റർ സമ്മിന് വരും ഓൾജിബ്രൈക് സം എടുക്കുന്നു, അതായത് ഉള്ള പൊട്ടൻഷ്യൽ എല്ലാം പ്ലസും മൈനസും ഒക്കെ ഇട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിമ്പിൾ ഡയഗ്രാം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് 4 ചാർജസ് ഞാൻ എടുത്തിട്ടുള്ളൂ. Q1, Q2, Q3, Q4. ഈ 4 ചാർജസും പോയിൻ്റ് പിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഒരു സിംഗിൾ ചാർജിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4πε0 Q/r ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ പോയിൻ്റ് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് അറിയണം. അപ്പം Q1 എന്നുള്ള ഡിസ്റ്റൻസ് R1p മാർക്ക് ചെയ്തു, Q2 എന്നുള്ള ഡിസ്റ്റൻസ് R2p എന്ന് മാർക്ക് ചെയ്തു, Q3 എന്നുള്ള ഡിസ്റ്റൻസ് R3p എന്ന് മാർക്ക് ചെയ്തു, Q4 എന്നുള്ളത് R4p എന്ന് മാർക്ക് ചെയ്തു. ഇനി ജസ്റ്റ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. പൊട്ടൻഷ്യൽ അറ്റ് പി VP വിൽ ബി ഈക്വൽ ടു V1 + V2 + V3. ഇത് ഓൾജിബ്രൈക് സമ്മാണ്, പ്ലസ് മൈനസ് ഒക്കെ വരും. പ്രോബ്ലം വരുവാണെങ്കിൽ പ്ലസും മൈനസൊക്കെ വരും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ എഴുതുമ്പം എല്ലാത്തിലും എന്തായാലും 1/4πε0 കോമൺ ആയിട്ടുണ്ടാവും. ബ്രാക്കറ്റിൽ എന്താണ് വരിക, ആദ്യത്തെ ചാർജിൻ്റെ Q1/R1p, Q/R എന്ന് പകരം Q1/R1p, രണ്ടാമത്തത് Q2/R2p എക്സെട്ര, ലാസ്റ്റ് Q4/R4p. അത്രയേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞതുപോലെ Q1ഉം Q2ഉം ഒന്നെങ്കിൽ >0 അല്ലെങ്കിൽ <0, അതായത് പോസിറ്റീവോ നെഗറ്റീവോ ആവാൻ സാധിക്കും. നെക്സ്റ്റ് ഡെറിവേഷൻ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ ആണ്. ഒരു ഡൈപോൾ എന്താണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഡൈപോളിന് ആക്സിയൽ ലൈൻ ഉണ്ട്, 2 ചാർജസ് ജോയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ 2 സെൻറ്റേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ ആക്സിയൽ ലൈനും. അതുപോലെ തന്നെ ഇക്വേറ്റർ പ്ലെയിൻ ഉണ്ട്, അതായത് അതിൻ്റെ ആ 2 ചാർജസ് ജോയിൻ ചെയ്യുന്ന ലൈനിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന പ്ലെയിൻ, പെർപെൻഡിക്കുലറായിട്ട് സെൻറ്ററിലൂടെ കടന്നു പോകുന്ന പ്ലെയിനാണ് ഇക്വറ്റോറിയൽ പ്ലെയിൻ. അപ്പം ഇങ്ങനെയൊരു ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലെ ഉള്ളൊരു പോയിൻ്റാണ് P. അവിടെ ഈ R എന്ന് പറയുന്ന ഒരു വെക്ടറായിട്ട് എടുക്കാം. R എന്ന് പറയുന്ന വെക്ടർ ദാറ്റ് ഈസ് മേക്കിംഗ് ആൻ ആംഗിൾ θ വിത്ത് ദ ഡൈപോൾ മൊമെൻറ്റ് വെക്ടർ. ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ, ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്ന P എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷൻ ഫ്രം മൈനസ് ചാർജ് ടു നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജാണ്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നേരെ തിരിച്ചാണ്. അപ്പം ഡൈപോൾ മൊമെൻറ്റ് വെക്ടറുമായിട്ട് ഒരു θ ആംഗിൾ മേക്ക് ചെയ്യുന്ന ഒരു വെക്ടർ, അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ P എന്ന് പറയുന്ന, Pയിലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് ആംഗിൾ θ മേക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ എന്തായിരിക്കാം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സാറ് എടുത്തത് ടെക്സ്റ്റിനെ ബേസ് ചെയ്ത്, ടെക്സ്റ്റിലുള്ളതുപോലെ ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ടുള്ള ഡെറിവേഷൻ ആയിരുന്നു. ഇവിടെ ഞാൻ HSLiveൽ ഉള്ളതുപോലെ കുറച്ചും കൂടെ ഈസി ആയിരിക്കും ആ ഡെറിവേഷനാണ്
പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ ഒരു -q ചാർജ് +q ചാർജ്, അതാണ് ഡൈപോൾ, തമ്മിലുള്ള ഡിസ്റ്റൻസ് 2a ആണ്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിൻറ്റ് പി യിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇത് ഈ വെക്ടർ ആറിന് എടുക്കുകയാണെങ്കിൽ ആറും ഡൈപോൾ മൊമെൻറ്റ് ഈ ഡയറക്ഷനാണ്, നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്, അതുകൊണ്ട് തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ഇനി ഇവിടെ നോക്കാം, നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത് പോയിൻറ്റ് പി ഇവിടുന്ന് r ഡിസ്റ്റൻസ് അകലെ ആംഗിൾ തീറ്റ മേക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ -q ചാർജും +q ചാർജും പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിൽ വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ +qയും p നമ്മൾ ഡിസ്റ്റൻസ് അറിഞ്ഞിരിക്കണം. അതിനെ നമ്മൾ r1 എന്ന് വിളിക്കുന്നു. ഇവിടുന്ന് സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ഇവിടെ r1 എന്ന് വിളിച്ചു. അതുപോലെ -qയും p നമ്മൾ ഡിസ്റ്റൻസിനെ r2 എന്ന് വിളിച്ചു. ഇനി 2-3 എക്സ്ട്രാ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് വരുന്ന മുന്നേ നമുക്ക് പൊട്ടൻഷ്യൽസ് എന്താണെന്ന് നോക്കാം. അപ്പം പൊട്ടൻഷ്യൽ ഡ്യൂ ടു +q ചാർജിനെ v+ എന്ന് വിളിക്കാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/4πε0 q/r ആണ്. അതിന് പകരം ഇവിടുത്തെ ഡിസ്റ്റൻസ് r1 ആയതുകൊണ്ട് q/r1 എന്ന് കൊടുക്കാം. ഇനി v- എന്ന് പറയുന്നത് 1/4πε0 -q/r2. r2 ഈ ഡിസ്റ്റൻസ് r2 ആണ്. ഈ മൈനസ് ആദ്യം ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. ഇനി ടോട്ടൽ പൊട്ടൻഷ്യൽ, സോ ബൈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ v ഈക്വൽ ടു v+ + v-, രണ്ട് പൊട്ടൻഷ്യലും കൂടെ, അല്ലെങ്കിൽ v1 + v2 എന്ന് പറയുന്നത് രണ്ട് പൊട്ടൻഷ്യലും ആഡ് ചെയ്യുന്നു. ഇനി അഡീഷണലിൽ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 1/4πε0 q/r1 മൈനസ് ഈ നേരത്തെ ഉണ്ടായിരുന്ന മൈനസ് സൈന് അത് നമ്മുടെ അഡീഷൻ സബ്ട്രാക്ഷനായി മാറ്റുന്നു. -1/4πε0 q/r2. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ r1ഉം r2 നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടേ ഇല്ല, അല്ലെ ഡിഫൈൻ ചെയ്യാത്ത രണ്ട് ക്വാണ്ടിറ്റീസാണ്. അപ്പം നമുക്കതിനെ ആറിലേക്കും തീറ്റയുടെ ടൈമിലേക്കും മാറ്റണം. അപ്പം അതിനുവേണ്ടിയാണ് ഈ പിക്ചേഴ്സൊക്കെ നമ്മളിങ്ങനെ നീട്ടി വരച്ചിരിക്കുന്നത്. ചെയ്തിരിക്കുന്നത് സെൻറ്ററിൽ നിന്ന് പിയിലേക്കുള്ള ആ OP അല്ലെ ആർ എന്ന് പറയുന്ന ലൈനെ നീട്ടി വരയ്ക്കുന്നു, ഡിയിലേക്ക് നീട്ടി വരയ്ക്കുന്നു. എന്നിട്ട് എയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ AD എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. പിന്നെ ഒരു പെർപെൻഡിക്കുലറും കൂടെ വരയ്ക്കുന്നുണ്ട്, BC എന്ന് പറയുന്ന പെർപെൻഡിക്കുലറും OPയിലേക്ക് വരയ്ക്കുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്, OPനെ നീട്ടി വരയ്ക്കുന്നു, AD എന്ന് പറഞ്ഞ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു, പിന്നെ BC എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ ഇവിടെ വരയ്ക്കുന്നു. അപ്പോൾ ഈ ഡിസ്റ്റൻസും ഈക്വൽ ആവുന്ന രീതിയിലാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ എന്തായിരിക്കും ഈ OD എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ OC എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിളും തീറ്റയായിരിക്കും. ഇനി ഈ ട്രയാങ്കിൾ ADO എന്ന് പറയുന്ന ട്രയാങ്കിളിൽ cos θ വിൽ ബി ഈക്വൽ ടു, അപ്പോൾ ഇവിടെ ഇതാണ് 90 ഡിഗ്രി, ഈ A എന്ന് പറയുന്ന അല്ലെങ്കിൽ AO എന്ന് പറയുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഈ OD ആണ് അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ cos θ വിൽ ബി ഈക്വൽ ടു OD/AO ആയിരിക്കും. പിക്ചർ എന്ത് നോക്കാം, ADO cos θ ഈക്വൽ ടു OD/AO. OD ആണ് എന്താണെന്ന് അറിയേണ്ടത്. AO എന്ന് പറയുന്നത് ഡൈപോളിൻ്റെ പകുതി ഡിസ്റ്റൻസ് ആണ്, അപ്പോൾ A ആണ്. അപ്പോൾ OD ഈക്വൽ ടു A cos θ എന്ന് കിട്ടും. അപ്പോൾ ODയുടെ ഈ വാല്യൂ എന്താ, നമുക്ക് A cos θ എന്ന് കിട്ടി. അപ്പോൾ സിമിലർലി നമ്മൾ ഈ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ cos θ ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് എന്താണ്, OC ആണ്, OC/BO അല്ലെങ്കിൽ OB എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നോക്കാം. അപ്പം ട്രയാങ്കിൾ OCB cos θ ഈക്വൽ ടു OC/BO, ദാറ്റ് ഈസ് OC/A. OC ഈക്വൽ ടു A cos θ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഈ ഡിസ്റ്റൻസ്, ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് A cos θ ആണ്, ഇതും A cos θ ആണ്. ഇനി അടുത്ത സിമിലാരിറ്റി നോക്കാം. നമ്മളിങ്ങനെ നീട്ടി വരച്ച് കഴിഞ്ഞപ്പം ഇതൊരു സിമിലർ ട്രയാങ്കിൾ പോലെയാണ് വരുന്നത്. AP എന്ന് പറയുന്ന ഡിസ്റ്റൻസും DP എന്ന് പറയുന്ന ഡിസ്റ്റൻസും നിയർലി ഈക്വൽ ആണ്. അപ്പോൾ അതുപോലെ തന്നെ CP എന്ന് പറയുന്ന ഡിസ്റ്റൻസും BP എന്ന് പറയുന്ന ഡിസ്റ്റൻസും നിയർലി ഈക്വൽ ആണ്. AP എന്ന് പറയുന്നത് R2 ആണ്, അതിനെ Rൻ്റെ ടേമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതുപോലെ BP എന്ന് പറയുന്നത് R1 ആണ്, അതിനെയും Rൻ്റെ ടേമിലേക്ക് കൊണ്ടുവരണം. ഇനി നോക്കാം, AP ഈക്വൽ ടു DP ആണ്. DP എന്ന് പറയുന്നത് OD + OP ആണ്. OP എന്ന് പറയുന്നതാണ് നമ്മുടെ R, ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന R. ഇനി OD എന്തായിരുന്നു, A cos θ. അപ്പോൾ AP ഈക്വൽ ടു അല്ലെങ്കിൽ R2 ഈക്വൽ ടു R + A cos θ എന്ന് കിട്ടും.
ഇനി R1 എന്ത് നോക്കാം. R1 സി പിയോട് ഈക്വലാണ്. സി പി എന്തായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് ഒ പി മൈനസ് ഒ സി ആയിരിക്കും അല്ലേ. സി പി എന്ന് പറയുന്നത് ഒ പി മൈനസ് ഒ സി ആണ്. ഈ ഒ സി എ കോസ് തീറ്റയാണ്. അതായത് R1 ഈക്വൽ ടു R മൈനസ് എ കോസ് തീറ്റ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ട്രയാങ്കിളിൽ ഇത് സിമിലറാണ്. R1 R മൈനസ് എ കോസ് തീറ്റ എന്ന് കിട്ടും. R2 R പ്ലസ് എ കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ട് നമ്മുടെ ഇക്വേഷൻ 1ലേക്ക് ഇവിടെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് Q/4πε0 പുറത്തെടുക്കാം. ഇനി 1/R1 പകരം R മൈനസ് എ കോസ് തീറ്റ മൈനസ് 1/R2 പകരം R പ്ലസ് എ കോസ് തീറ്റ. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുന്നേ ഉള്ളൂ. ഇതിൻ്റെ LCM എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ R മൈനസ് എ കോസ് തീറ്റ ഇൻറ്റു R പ്ലസ് എ കോസ് തീറ്റയാണ് LCM ആയിട്ട് വരുന്നത്, കോമൺ ഫാക്ടർ. അപ്പോൾ ഇവിടെ R മൈനസ് എ കോസ് തീറ്റയേ ഉള്ളൂ. എന്ത് വേണം? R പ്ലസ് എ കോസ് തീറ്റ ഡിനോമിനേറ്റർ കൊടുത്താൽ മുകളിലും കൊടുക്കണം അല്ലേ. അപ്പോൾ 1 × R പ്ലസ് എ കോസ് തീറ്റ. അതുപോലെ ഇവിടെ ഡിനോമിനേറ്ററിൽ R പ്ലസ് എ കോസ് തീറ്റയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ആക്കണമെങ്കിൽ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 × R മൈനസ് എ കോസ് തീറ്റ ഇത് കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ ന്യൂമറേറ്റർ സിംപ്ലിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. മൈനസ് ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. R പ്ലസ് എ കോസ് തീറ്റ അതുപോലെ തന്നെ എഴുതി. മൈനസ് R, ഈ മൈനസ് ഓഫ് മൈനസ് പ്ലസ് എ കോസ് തീറ്റ അല്ലേ. അപ്പോൾ ആറും ക്യാൻസലായി. പിന്നെ ന്യൂമറേറ്ററിൽ എന്തായിരിക്കും ബാക്കി? എ കോസ് തീറ്റ പ്ലസ് എ കോസ് തീറ്റ. അതാണ് അവിടെ 2a കോസ് തീറ്റ എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി ഡിനോമിനേറ്റർ എന്താ സംഭവിക്കുക? ഡിനോമിനേറ്ററിൽ R മൈനസ് എ കോസ് തീറ്റ ഇൻറ്റു R പ്ലസ് എ കോസ് തീറ്റ. ഇത് ഏത് ഫോമിലാണ് ഉള്ളത്? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി അല്ലേ. അത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ R സ്ക്വയർ മൈനസ് എ കോസ് തീറ്റ ഹോൾ സ്ക്വയർ. എ കോസ് തീറ്റ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ സ്ക്വയർ വരും. കോസ് തീറ്റയുടെ സ്ക്വയറിനെ നമ്മൾ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയും. ഇനി Q/4πε0 അവിടെ പുറത്തുണ്ട്. അപ്പോൾ Q/4πε0 ഇൻറ്റു 2a കോസ് തീറ്റ ഡിവൈഡ് ബൈ R സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഇനി ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? Q × 2a അല്ലെങ്കിൽ 2aq എന്ന് പറയുന്നത് നമ്മുടെ ഡൈപോൾ മൊമെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് പിയുടെ ടൈമിലേക്ക് മാറ്റി എഴുതാൽ V = P കോസ് തീറ്റ ഡിവൈഡ് ബൈ 4πε0 R സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ ഇതാണ് ജനറൽ ഇക്വേഷൻ. ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ അറ്റ് എ പോയിൻറ്റ് P R ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ. അതിൻ്റെ ജനറൽ ഇക്വേഷൻ ഇതാണ്. ഇതിൻ്റെ സിംപ്ലിഫൈഡ് വേർഷനാണ് നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ. R എന്ന് പറയുന്ന പോയിൻറ്റ് വളരെ അകലെയാണെങ്കിൽ ഈ ഡൈപോളിൻ്റെ ഹാഫ് ഡിസ്റ്റൻസിനേക്കാളും R വെരി മച്ച് ഗ്രേറ്റർ ദാൻ ആയിരിക്കും അല്ലേ. R വെരി മച്ച് ഗ്രേറ്റർ ദാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ R സ്ക്വയർ ആണെങ്കിലോ വെരി മച്ച് ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ ആയിരിക്കും. അപ്പം നമ്മുടെ ഈ ടേമിലെ ഈ എ സ്ക്വയർ ഒക്കെ വളരെ ചെറുതായിരിക്കും. അതിനെ നമുക്ക് നിയർലി ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പം ബാക്കി എന്ത് വരും? പിന്നെ R സ്ക്വയർ മാത്രമേ വരുള്ളൂ അല്ലേ. അപ്പം V = P കോസ് തീറ്റ ഡിവൈഡ് ബൈ 4πε0 R സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോളിൻ്റെ ഇക്വേഷൻ. ഇത് നമുക്ക് ഇക്വേഷൻ. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ റൈറ്റ് സൈഡ് ഈ പി കോസ് തീറ്റ ഒക്കെ കാണുമ്പോൾ എ ബി കോസ് തീറ്റ പോലെയൊക്കെ തോന്നും. അപ്പോൾ റൈറ്റ് സൈഡ് വേണമെങ്കിൽ നമുക്ക് വെക്റ്റർ ഫോമിലേക്ക് മാറ്റി എഴുതാം. പൊട്ടൻഷ്യൽ സ്കാലാറാണ്, പക്ഷേ ഡോട്ട് പ്രോഡക്റ്റ് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് അല്ലേ. ഈ ആംഗിൾ തീറ്റ എന്തായിരുന്നു? അപ്പോൾ നമ്മുടെ നേരത്തെ ഡൈപോളിൻ്റെ പിക്ചർ നോക്കുക. ഡൈപോൾ മൊമെൻറ്റ് ഇങ്ങോട്ട് R വെക്റ്റർ ഇങ്ങനെയാണ്. R ക്യാപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് വെക്റ്റർ സെയിം ഡയറക്ഷൻ, ആറിൻ്റെ സെയിം ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ. R ക്യാപ്പും പിയും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ P ഡോട്ട് R ക്യാപ്പ് എന്താണെന്ന് നോക്കാം. വെക്റ്റർ P ഡോട്ട് R ക്യാപ്പ്. വെക്റ്റർ P ഡോട്ട് R ക്യാപ്പ് എന്തായിരിക്കും? മോഡുലസ് ഓഫ് വെക്റ്റർ P മോഡുലസ് ഓഫ് R ക്യാപ്പ് ഇൻറ്റു കോസ് തീറ്റ അല്ലേ. അപ്പോൾ അതെന്തായിരിക്കും? മോഡുലസ് ഓഫ് വെക്റ്റർ P ആണ് P. മോഡുലസ് ഓഫ് R ക്യാപ്പ് എന്താണ്? 1 ആണ്. അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. ഇൻറ്റു 1 അല്ലേ. ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ P കോസ് തീറ്റയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ P കോസ് തീറ്റയ്ക്ക് പകരം നമുക്ക് P ഡോട്ട് R ക്യാപ്പ് എന്ന് എഴുതാം. വെക്റ്റർ P ഡോട്ട് R ക്യാപ്പ് ഡിവൈഡ് ബൈ R സ്ക്വയർ. ഇതാണ് വെക്റ്റർ ഫോമിൽ എഴുതുന്നത്. ഡ്യൂ ടു ഡൈപോൾ V = P കോസ് തീറ്റ ഡിവൈഡ് ബൈ 4πε0 R സ്ക്വയർ ആണ്. അപ്പോൾ അതായത് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺ P. ഡൈപോൾ മൊമെൻറ്റ് Pനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ക്യൂവിനെ മാത്രമല്ല അത് തമ്മിൽ ഡിസ്റ്റൻസിനെ 2aqനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസ്റ്റൻസ് R നാച്ചുറലി സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് Rനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പിന്നെയുള്ളത് ആംഗിൾ തീറ്റ. ഒരു ആംഗിൾ ഡിപ്പെൻഡൻസ് ഇവിടെ വരുന്നുണ്ട്. അതായത് അത് ആ വെക്റ്റർ ആറും ഡൈപോൾ മൊമെൻറ്റും തമ്മിലുള്ള ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. പിന്നെയുള്ളത് V പ്രൊപ്പോർഷണൽ ടു
1/r² ആണ്. പോയിൻറ്റ് ചാർജിൻ്റെ കേസിലാണെങ്കിൽ 1/r പ്രൊപ്പോർഷണൽ. ഇവിടെ 1/r² പ്രൊപ്പോർഷണൽ. അപ്പം പീനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, തീറ്റ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രൊപ്പോർഷണൽ ടു 1/r² ആണ്. ഇനി നമ്മൾ ഇവിടെ കാണുന്നത് ഇപ്പോൾ ഇത് പൊട്ടൻഷ്യൻ്റെ ജനറൽ ഇക്വേഷൻ എടുത്തു. അവിടെ തന്നെ നമ്മൾ r > a എന്നുള്ള കണ്ടീഷൻ എടുത്തു. ഇനി രണ്ടാമത് നമ്മൾ ആക്സിയൽ ലൈനിലും ഇക്വറ്റോറിയൽ പ്ലെയിനിലുമാണ് പൊട്ടൻഷ്യൽ ആണ് നമ്മുടെ പോയിൻറ്റ് പി എങ്കിൽ എന്തായിരിക്കും പൊട്ടൻഷ്യൽ? ആക്സിയൽ ലൈനിലും ഇക്വറ്റോറിയൽ പ്ലെയിനിലും. അതാണ് നമ്മൾ നെക്സ്റ്റ് കാണുന്നത്. അതായത് പൊട്ടൻഷ്യൽ ഡിപ്പെൻസ് ഓൺ പി, ആർ, തീറ്റ, വി പ്രൊപ്പോർഷൻ ടു 1/r². ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഇനി നോക്കാം പൊട്ടൻഷ്യൽ ഓൺ ദി ആക്സിയൽ ലൈൻ. ആക്സിയൽ ലൈനിലാണ് അത് 2 കേസുണ്ട്. അപ്പോൾ ആക്സിയൽ ലൈന് ഈ ലൈനിൽ ആണ് നമ്മുടെ പോയിൻറ്റ് പി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ആംഗിൾ നാച്ചുറലി ഇപ്പോൾ ആംഗിൾ എന്ന് പറയുന്ന തീറ്റ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ആക്സിയൽ ലൈനിൽ 2 രീതിയിൽ എടുക്കാം. ഒന്ന് +q ഈ സൈഡിൽ പോയിൻറ്റ് പി വരുന്ന പോലെ, അതുപോലെ തന്നെ ഈ സൈഡിൽ വരുന്ന പോലെ. അപ്പോൾ റൈറ്റ് സൈഡ് ഓഫ് +q ചാർജ് ഇതിൻ്റെ നമ്മുടെ പോയിൻറ്റ് പി ഇവിടെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന r വെക്ടർ ഈ ഡയറക്ഷനിലാണ്, ഡൈപോൾ മൊമെൻറ്റും സെയിം ഡയറക്ഷനാണ് അല്ലേ. അപ്പോൾ ആംഗിൾ തീറ്റ = എന്തായിരിക്കും? 0 കിട്ടും. അപ്പം പി കോസ് തീറ്റയിൽ കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. പൊട്ടൻഷ്യൽ V = 1/4πε0 p/r² കിട്ടും. അതാണ് ഒരു ഇക്വേഷൻ. ഇനി ലെഫ്റ്റ് സൈഡിലാണെങ്കിലോ -q ചാർജിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് പോയിൻറ്റ് പി എങ്കിൽ നോക്കുക, നമ്മൾ r വരയ്ക്കുന്നത് ഇങ്ങോട്ടും ഡൈപോൾ മൊമെൻറ്റ് ഇങ്ങോട്ടുമാണുള്ളത് അല്ലേ. അപ്പോൾ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ തീറ്റ മെഷർ ചെയ്യുമ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്യേണ്ടി വരും. ഡൈപോൾ മൊമെൻറ്റ് ഇങ്ങോട്ടാണ്, r ഇങ്ങോട്ടാണ്. അപ്പോൾ ഇങ്ങനെ മെഷർ ചെയ്യുമ്പം തീറ്റ = എത്രയാണ്? 180 ഡിഗ്രി. ഇനി കോസ് 180 എത്രയാണ്? -1 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ V = -1/4πε0 p/r² എന്ന് കിട്ടും. പൊട്ടൻഷ്യലിനെ നമുക്ക് വേണമെങ്കിൽ +or-1/4πε0 p/r² എന്ന് എഴുതാം. ഇത് ആക്സിയൽ ലൈനിനുള്ളത്. ഇനി നെക്സ്റ്റ് ഇക്വറ്റോറിയൽ പ്ലെയിനിൽ. അപ്പോൾ ഇക്വറ്റോറിയൽ പ്ലെയിനിൽ ഈസിയാണ്. ഇക്വറ്റോറിയൽ പ്ലെയിനിലാണ് നമ്മുടെ പോയിൻറ്റ് പി. ഈ പ്ലെയിനിൽ എവിടെയെങ്കിലും, അതായത് ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് വരുന്ന പ്ലെയിനിൽ എവിടെയെങ്കിലും ആണ് പോയിൻറ്റ് പി എങ്കിൽ r ഇങ്ങനെ വരയ്ക്കുന്നു. ഡൈപോൾ മൊമെൻറ്റ് ഈ ഡയറക്ഷനിലാണ്. തീറ്റ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും എപ്പോഴും അല്ലേ. അപ്പം കോസ് 90 0 ആണ്. അപ്പം പൊട്ടൻഷ്യൽ വിൽ ബി 0 അറ്റ് എവറി പോയിൻറ്റ്. ഈ ഇക്വറ്റോറിയൽ പ്ലെയിനിലെ എല്ലാ പോയിൻറ്റിലും പൊട്ടൻഷ്യൽ 0 ആണ്. അപ്പം അങ്ങനെയുള്ളൊരു സർഫസസിന് ഒരു പേരുണ്ട്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ കാണുന്നതായിരിക്കും. ഇനി ഇവിടെ ഒരു കമ്പാരിസൺ ആണ് പോയിൻറ്റ് ചാർജിൻ്റെയും ഡൈപോളിൻ്റെയും പൊട്ടൻഷ്യൽ ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പം പൊട്ടൻഷ്യൽ പോയിൻറ്റ് ചാർജിൻ്റെ കേസിൽ എന്താണ് 1/4πε0 q/r 1/r പ്രൊപ്പോർഷണൽ. ഇനി ഇലക്ട്രിക് ഫീൽഡ് എന്തിനായിരുന്നു? 1/r² പ്രൊപ്പോർഷണൽ പോയിൻറ്റ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്? 1/r² ഇലക്ട്രിക് ഫീൽഡ് 1/r³ അല്ലേ. ഒരു 6 കൂടി ഡിനോമിനേറ്ററിൽ ഒരു 6 കൂടി വരുന്നുണ്ട്. അത് ഓർത്താൽ മതി. ഇനി നിങ്ങളുടെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ 2 ചാർജസ് ക്വസ്റ്റ്യൻ നിങ്ങൾ ആ PDF ഞാൻ അയച്ചിട്ടുണ്ട്, അതിൽ നോക്കുക. 3 മൈക്രോ കൂളവും അതുപോലെ തന്നെ 5 മൈക്രോ കൂളം ചാർജസ് സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേഷൻ 20 സെൻറ്റിമീറ്ററിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കി, ഇത് ഡൈപോൾ അല്ല, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് അല്ല, നെഗറ്റീവ് സൈൻ അല്ല. അപ്പം ഞാൻ 2 എന്ന് കൊടുത്തതേ ഉള്ളൂ. 20 സെൻറ്റിമീറ്റർ സെപ്പറേഷനിൽ വെച്ചിരിക്കുന്നു. ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് വാല്യൂ 1 തന്നിരിക്കുന്നു. അപ്പം ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എല്ലാം ഒന്നാണ്, അത് 1 ആണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്താണ്, വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദ മിഡ് പോയിൻറ്റ്? മിഡ് പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം യൂസിങ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/4πε0 ഇൻറ്റു εr എന്നും വേണേൽ കൊടുക്കാം. പക്ഷേ εr 1 ആണ് അല്ലേ. ഒരു മീഡിയം വരുമ്പം എപ്സിലോൺ ഇൻറ്റു εr എന്ന് വരും. ഒരു വാക്വത്തിലാണ് നമ്മൾ എപ്സിലോൺ എന്ന് കൊടുക്കുന്നത്. മീഡിയം ആണെങ്കിൽ ε0 ഇൻറ്റു εr വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. അപ്പോൾ ഇവിടെ അത് ശരിക്കും എയർ തന്നെയാണ്, അതുകൊണ്ടാണ് 1 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം 1/4πε0 εr q1/r1 q1 ഈ ഡിസ്റ്റൻസ്. ഇനി ഇപ്പുറത്ത് എന്താണ്? പ്ലസ് 1/4πε0 q2/r2. രണ്ടും പോസിറ്റീവ് ചാർജസ് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്താൽ. അപ്പം 1/4πε0 q1/r1 q2/r2
അത് ബ്രാക്കറ്റിൽ 1/4 π/0 കോമൺ ആയിട്ട് പുറത്തെടുത്തിരിക്കുന്നു. അത് 9 × 10⁻⁹. Q1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 3 മൈക്രോകൂളം ആണ്. അപ്പോൾ 3 × 10⁻⁶. മറ്റ് 5 മൈക്രോകൂളം 5 × 10⁻⁶. R1 R2 എന്ന് പറയുന്നത് R1ഉം ടോട്ടൽ 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ പകുതി 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 10 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 0.1 വരും അല്ലേ, 0.1 മീറ്റർ വരും. അപ്പോൾ ഇതും 0.1 കിട്ടും. ഇനി ഇത് LCM സെയിം ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. 5 + 3 8 × 10⁻⁶. ഡിനോമിനേറ്ററിൽ 0.1. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9 × 8 56. ഈ 10⁻⁹ 9 × 10⁻⁶ 10⁻3. ഈ 0.1 നമുക്ക് എഴുതാൻ പറ്റില്ലെങ്കിൽ ഇതിന് 10⁻⁻1 എഴുതാം. ഇനി അതിനെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ 10⁻+1 ആയിരിക്കും. 56 × 10⁻4 കിട്ടും. അല്ലെങ്കിൽ സയൻറ്റിഫിക് നൊട്ടേഷൻ എഴുതുവാണെങ്കിൽ 5.6 × 10⁵ വോൾട്ട് എന്ന് കിട്ടും. ഇത് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 2 ചാർജസ് തമ്മിൽ ടോട്ടൽ ഡിസ്റ്റൻസ് 20 സെൻറ്റിമീറ്റർ. അതിൻ്റെ പകുതിക്കുള്ള പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടും പ്ലസ് വരുന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് അഡീഷൻ മാത്രമേ ഉള്ളൂ. ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട്, ചാർജ് വന്നിട്ടുണ്ട്. ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആഡ് ചെയ്യുന്നു. ഇത് ഡൈപോൾ അല്ല. നമ്മുടെ ഈ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഒരു ഡെറിവേഷനായിരുന്നു. അപ്പം ആ ഡെറിവേഷൻ മനസ്സിലാക്കി പഠിക്കുക. HS ലൈവിലെ നോട്ട്സ് നോക്കുക, അസൈൻമെൻറ്റ് നോക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ നിങ്ങൾ HS ലൈവ് നോട്ട് മതി. നോട്ട്ബുക്കിലേക്ക് ഞാൻ എഴുതാൻ പറയുന്നത് എൻ്റെ അസൈൻമെൻറ്റ് പ്രോബ്ലം മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ആദ്യം പറഞ്ഞ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിൻറ്റ് ചാർജ് അതിൻ്റെ ഡെറിവേഷനും, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ ഈ ഡെറിവേഷനും അത് 2 പ്രാവശ്യം റഫ് നോട്ടിൽ രണ്ട് പ്രാവശ്യം റഫ് നോട്ടിൽ എഴുതി. അപ്പോൾ അതും കൂടെ സ്കാൻ ചെയ്ത് നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ നെക്സ്റ്റ് അസൈൻമെൻറ്റായിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി.